ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ വധത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് പുതിയ വാർത്ത. ഡൽഹിയിലെ ഇറാൻ എംബസിയിലെ അനുശോചന പുസ്തകത്തിൽ ഒപ്പിട്ടു. കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് ഒപ്പുവെച്ചത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, ഈ രീതിയിൽ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരം സംഘർഷ പശ്ചാത്തലത്തിലൊക്കെ ഒരു അനുശോചനം രേഖപ്പെടുന്ന രീതിയിലേക്കൊന്നും ഇന്ത്യ വന്നില്ല, സംയമനം പാലിക്കണം രാജ്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അത്തരം പ്രസ്താവനകൾ ഉണ്ടായില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു കോണിൽ നിന്നും ഉയർന്നു കേട്ടതാണ്. ഇതിപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ നിര്യാണത്തിലാണ് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിലാണ് ഇപ്പോൾ അനുശോചനം ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ആദ്യമായാണ് ആയത്തുള്ള അലി ഖമനയുടെ വധത്തിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തുന്നത്. പ്രധാനമായും ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ ഇന്ന് ഒരു അനുശോചന പുസ്തകം തയ്യാറാക്കിയിരുന്നു. വിവിധ നയതന്ത്രർക്ക് അവിടെ എത്തി അതിലൊരു കുറിപ്പ് പങ്കുവെക്കുകയും അതിൽ ഒപ്പിടാനുള്ള അവസരവും ഇറാൻ എംബസിയിൽ വന്നിരുന്നു. രാവിലെ തന്നെ റഷ്യൻ എംബസി അടക്കം ഉദ്യോഗസ്ഥരെത്തുകയും ഈ അനുശോചന കുറിപ്പിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഇതിൽ നടന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് ഇപ്പോൾ ഈ അനുശോചന കുറിപ്പിൽ ഒപ്പിടുകയും ഒരു കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്ത് അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലെ ഇറാൻ അംബാസഡറുമായി സംസാരിക്കുന്നതടക്കം ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഹമ്മദ് ഫത്താരിയുമായിട്ടാണ് വിക്രം മിസ്രി സംസാരിച്ചിരുന്നത്. നേരത്തെ ഈ നിലപാടിൽ പ്രധാനമായും ഇറാൻ പരമോന്നത നേതാവിന്റെ വധത്തിൽ ഇന്ത്യയുടെ നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നടക്കം ഉയർന്നിരുന്നു. ഇതിനെ അപലപിക്കാൻ ഒരു തരത്തിലും ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നതായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിരുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി ഇന്ത്യ ഈ വധത്തിൽ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനുശോചന കുറിപ്പിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവെക്കുകയും അതിൽ ഒപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നും നാളെയുമാണ് ഇറാൻ എംബസിയിൽ അനുശോചന പുസ്തകം ഇത്തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 2 ദിവസം വിവിധ എംബസികളിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അതിൽ ഒപ്പുവെക്കാനുള്ള അവസരമുണ്ടാകും. എന്തായാലും ഇന്ത്യയുടെ ഒരു ആദ്യ പ്രതികരണം അല്ലെങ്കിൽ ഈ വിഷയത്തിലെ ആദ്യ അനുശോചനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തുടർ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഈ വിവിധ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വേണ്ടിയുള്ള നടപടികൾ ഏതും ആയാലും അതിനെ പിന്തുണയ്ക്കുമെന്നതാണ് പ്രധാനമന്ത്രി അടക്കം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ആയത്തുള്ള അലി ഖമനയുടെ വധവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിലപാടിൽ നിരന്തരം വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ അവസാനമായി ദിവസങ്ങൾ ഈ വധം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു അനുശോചനം ഉണ്ടായിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇപ്പോൾ ഇറാൻ എംബസിയിലെത്തി ഈ അനുശോചന പുസ്തകത്തിൽ ഒപ്പിട്ടിരിക്കുകയാണ്. വ്യക്തമാണ്. അതായത് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ് ഡൽഹിയിൽ നിന്നും അരവിന്ദ് പങ്കുവച്ചത്. ആ നില നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇന്ത്യ ആർക്കൊപ്പം, അത് ഇറാനൊപ്പമാണോ ഇസ്രായേലിനൊപ്പമാണോ എന്നൊന്നുമല്ല, മറിച്ച് അവിടെ ഖമനയുടെ കൊലപാതകത്തിൽ ഒരു അനുശോചനം ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഔപചാരികമായി തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ, ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൃത്യമായൊരു നിലപാട് പറയുമോ? ഇരു രാജ്യങ്ങളോടും പറഞ്ഞത് സംയമനം പാലിക്കുക എന്നത് മാത്രമാണ്. അതല്ലാതെ മറിച്ച് ഇനി കൂടുതലായുള്ള പ്രതികരണങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ? പ്രത്യേകിച്ചും ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളും ഒക്കെ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൃത്യമായൊരു സ്റ്റാൻഡ് എടുക്കുമോ? കാരണം അത് ഇന്ത്യൻ തീരത്തോട് അടുത്ത് കിടക്കുന്ന ഒരു മേഖല, ഇന്റർനാഷണൽ സീ റൂട്ട് ആണെങ്കിൽ കൂടി തന്നെ അത് ഇന്ത്യയുടെ ഇന്ത്യൻ തീരത്തോട് അടുത്ത് കിടക്കുന്ന മേഖലയാണ് ഈ അമേരിക്കയുടെ ഈ ആക്രമണം ഉണ്ടായ ഇടം. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ നിലപാടുകൾ ഇന്ത്യ കൃത്യമായി തന്നെ വ്യക്തമാക്കുമോ എന്നതിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.